ഹരിപദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട നിരവധി പാട്ടുകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ MD രാജേന്ദ്രൻ സാർ. സാർ നമസ്കാരം. നമസ്കാരം. ഒട്ടേറെ സിനിമാ പാട്ടുകളിലൂടെ ഭക്തിഗാനങ്ങളിലൂടെ ഒക്കെ സുപരിചിതനാണ് സാർ. ഇപ്പോൾ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ ഹിമശൈല സൈകത ഒക്കെ സാറിന് വളരെ ജനപ്രിയമായിട്ടുള്ള ഗാനരചനകളാണ്. ദേവരാഗത്തിലെ പാട്ടുകൾ, മംഗളം നേരുന്നു, അല്ലെ ഋതുഭേദകൽപ്പന, അല്ലിയളം പൂവോ, കൂട്ടത്തിൽ കൃഷ്ണഭക്തി ഗാനങ്ങൾ പലതും എഴുതിയിട്ടുണ്ടല്ലോ. ആ ഓർമ്മകൾ ഇപ്പോഴെങ്ങനെയാണ് പങ്കുവയ്ക്കുക? എൻ്റെ പാട്ടുകൾ മിക്കവാറും കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളത് P. ജയചന്ദ്രനാണ്. ഒട്ടുമുക്കാലും പാട്ടുകൾ കൃഷ്ണഭക്തി ഗാനങ്ങൾ എൻ്റേതാണ്. ഞാൻ ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ എഴുതിയ പാട്ടുകൾ. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ഓർമ്മ ഈ അവസരത്തിൽ ഞാൻ ദുഃഖത്തോടുകൂടി അതാ, അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ പാട്ട് ഇതാണ്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ കുറികളിൽ തൂങ്ങി ആടി കളിക്കുമ്പോൾ ഉണ്ണികളെന്തിന് വേറെ, ഉണ്ണികളെന്തിന് വേറെ, ഉരലും വലിച്ചൻ്റെ മനസ്സിൻ്റെ മുറ്റത്ത് ഉരുളുന്നതിപ്പോഴും കണ്ണനല്ലേ, ഉരലും വലിച്ചൻ്റെ മനസ്സിൻ്റെ മുറ്റത്ത് ഉരുളുന്നതിപ്പോഴും കണ്ണനല്ലേ, തിരുവായ് തുറന്നമ്മയ്ക്ക് ലോകമായകൾ മുഴുവൻ കാണിപ്പതുണ്ണിയല്ലേ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികളെന്തിന് വേറെ, ഉണ്ണികളെന്തിന് വേറെ, പൂന്താനപ്പാനതൻ പീയൂഷധാര പുരുഷാന്തരങ്ങളിൽ അലയടിക്കും, പൂന്താനപ്പാനതൻ പീയൂഷധാര പുരുഷാന്തരങ്ങളിൽ അലയടിക്കും, ജന്മാന്തരങ്ങളെ അനശ്വരമാക്കും, കർണാമൃതമായി പുനർജനിക്കും, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികളെന്തിന് വേറെ, ഉണ്ണികളെന്തിന് വേറെ. ആ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഒഴുകിയെത്തുന്ന അതേ അനുഭൂതിയാണ് വരികയുള്ളത്. വാസ്തവത്തിൽ ജയനത് ഗംഭീരമായിട്ട് പാടി, പറയൊക്കെ നിവൃത്തിയില്ല. ആ പൂന്താനപ്പാനയൊക്കെ പാടുമ്പോൾ കറക്റ്റ് ആ ഗുരുവായൂരമ്പലത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതി സൃഷ്ടി ആ ശബ്ദം കൊണ്ട് തന്നെ. അതെ അതെ, റിയലി എനിക്ക് വളരെ യേശുദാസും ജയചന്ദ്രനും പല കാര്യങ്ങളിലും ഈക്വലൈസ് ചെയ്യും ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ. ഗുരുവായൂരപ്പന്റെ ഭക്തി ദേശവിദേശങ്ങൾക്കപ്പുറം എന്ന് പറയാം, ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. എന്തുകൊണ്ടായിരിക്കണം ആളുകൾക്ക് എത്രയൊക്കെ തിരക്കുള്ളവരാണെങ്കിലും ഗുരുവായൂരിൽ വരാൻ, പ്രാർത്ഥിക്കാൻ, വീണ്ടും വീണ്ടും ഭജിക്കാൻ ആളുകൾക്ക് ഇൻസ്പയർ ചെയ്യുന്നത് എന്താണെന്ന് സാറിന് തോന്നുന്നത്? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തത്വമസി അത് തന്നെ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അത് ഞാനും നീയും ഒന്നാണ്. ഈ അദ്വൈതം ഉണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ എല്ലാത്തിലും പ്രപഞ്ചം മുഴുവൻ, ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലും മറ്റേത് കൺസെപ്റ്റ് ആണെങ്കിലും അത് നമ്മളുമായിട്ട് ഒരു തന്മയീഭാവം ഉണ്ടാവുകയാണ്. അത് വേറൊന്നല്ല, അതിലെല്ലാം അത് അടങ്ങുന്നു. പ്രത്യേകിച്ചും പിന്നെ ശ്രീകൃഷ്ണ ചരിതമൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കഥകളിയിലുണ്ട്. ഒരു പാട്ട് തന്നെ ജയൻ പാടിയതാണ്. ഭക്തിയോ വിഭക്തിയോ ഭഗവാന്റെ മാനസം കവർന്നു, ഭക്തിയോ വിഭക്തിയോ ഭഗവാന്റെ മാനസം കവർന്നു, തൃക്കൈ വെണ്ണ തൻ മാധുരി നുകർന്നു, തിരുവായ്മൊഴി കേട്ടുണർന്നു, ഭക്തിയോ വിഭക്തിയോ പറഞ്ഞു തരൂ, പറഞ്ഞു തരൂ,
ഗുരുവായൂരിലെ സന്ധ്യകളെ ഭക്തിയോ വിഭക്തിയോ. മതിലകത്താദ്യമായി മിഴിനീരിലെഴുതിയ കവിത ശകലങ്ങൾ നേദിക്കാൻ. മതിലകത്താദ്യമായി മിഴിനീരിലെഴുതിയ കവിതാ ശകലങ്ങൾ നേദിക്കാൻ. അന്തരിന്ദ്രിയങ്ങൾ തൻ പൂജാമലരുകൾ ആ സന്നിധിയിൽ അർപ്പിക്കാൻ. ഭസ്മക്കുറിയുമായി വന്നൊരു ഭക്തി തൻ ഭാഗ്യമേ നീ ജയിക്കുന്നു. ഭക്തിയോ വിഭക്തിയോ ഭഗവാന്റെ മാനസം കവർന്നു. ഭക്തിയോ വിഭക്തിയോ. പഴയ സദാചാര മൂല്യങ്ങൾ നൽകിയ പനയോല കൈകളിലേന്തി തിമിരം മൂടിയ കൺകളുമായി തിങ്ങും അഹന്തയുമായി മെതിയടിക്കാലുകളിൽ വന്നൊരു വിഭക്തിതൻ മൗഢ്യമേ നീ നശിക്കുന്നു. ഭക്തിയോ വിഭക്തിയോ. എന്റെ അമ്മയ്ക്ക് വലിയ അമ്മ കുഞ്ഞുകുട്ടിയമ്മ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്. കാരണം ഈ പൂന്താനവും മറ്റേ രണ്ടുപേരും രണ്ട് രീതിയിൽ ഭഗവാനെ അപ്രോച്ച് ചെയ്യും. ഭട്ടതിരിതൻ വിഭക്തിയും പൂന്താനത്തിന്റെ ഭക്തിയും. അതെ, അത് ഭയങ്കര ഒരു അത്ഭുതമല്ല. അതാണ് വല്ലാത്തൊരു. ശരിക്കും കൃഷ്ണ ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹിത്യം, ലിറ്ററേച്ചർ നോക്കിയാൽ പൂന്താനത്തിന്റെ, മേൽപ്പത്തൂരിന്റെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേരുടെ, തുഞ്ചത്തെഴുത്തച്ഛന്റെ മുതൽ ഇപ്പോൾ എസ് രമേശ് നായർ സാർ ഉൾപ്പെടെയുള്ള ഗാനരചയിതാക്കളുടെ ഒക്കെ ആ ഒരു എഴുത്തിനെ, ഭാഷയെ, വരികളെ, വർണ്ണനകളെ സാർ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നോട് പലപ്പോഴും അക്കിത്തം പറയാറുണ്ട്, ഈ രമേശൻ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പാടില്ല. സത്യം. ഞാൻ ആകാശവാണിയിൽ ഞങ്ങൾ ഒരുപോയി വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ സിനിമയിൽ വന്നു, പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രമേശന് താല്പര്യങ്ങളുണ്ട്, പക്ഷേ അക്കിത്തത്തിന് ഇഷ്ടമല്ല അത്. പക്ഷേ രമേശൻ ഭക്തിഗാനങ്ങൾ എഴുതി. ഭക്തിഗാനം എഴുതിയപ്പോൾ അക്കിത്തത്തിന് ഇഷ്ടമായി. അത് നമ്മുടെ പി ജയചന്ദ്രൻ പാടി, കേശവ നമ്പൂരി ട്യൂൺ ചെയ്തു. ഈ പാട്ടുകളൊക്കെ ഗംഭീരമായിട്ട് ഇതെല്ലാം ഹിറ്റാകുന്നു. അപ്പം ഞാൻ രമേശോട്, രമേശ് ആ പാട്ട്, സിനിമ പാട്ട് എഴുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ അക്കിത്തം ശുപാർശ ചെയ്തിട്ട് MT വാസുദേവൻ നായരുടെ ഒരു പടത്തിലാണ് രമേശൻ ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്. വനശ്രീ മുഖം നോക്കി എന്നുള്ള ഹിറ്റ് ഗാനം. അതോടെ അക്കിത്തം സറണ്ടർ ചെയ്തു, നീ ഇനി പാട്ട് എഴുതിക്കോളാം. അങ്ങനെയാണ്. പക്ഷേ രമേശിൻ്റെ പാട്ടുകൾ ഞാൻ കണ്ടെടുത്തോളം റൊമാൻസ് പാട്ട് എഴുതിയാലും അതിൽ ഭക്തി വരും. അങ്ങനെ റൊമാൻസിൻ്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തും. കുറ്റം പറഞ്ഞതല്ല, അത്രത്തോളം അദ്ദേഹം ഒരു ഈശ്വരാധീനമുണ്ട്. ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മയിൽപീലി എന്ന ചന്ദന ചർച്ചിത നീലകളേവരം, അണിവാകച്ചാത്തിൽ, ഹരികാംബോജി രാഗം, യമുനയിൽ ഘരഹരപ്രിയ, നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ. എന്താണ് ഇതിലേക്ക് വരികളുടെ ഒരു ഡെപ്ത് അല്ലേ? ഒരു പാട്ടോടെ അതിനെക്കൊണ്ട് പറഞ്ഞു, രാധതൻ പ്രേമത്തോടാണോ ഞാൻ പാടും ഗീതത്തോടെ. RK ദാമോദരൻ ഈസ് ഓൾസോ എ ഗുഡ് റൈറ്റർ. നല്ലവണ്ണം എഴുതും. തീർച്ചയായും ഈ രണ്ടുപേരാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഭക്തിഗാനം. വേറെ ഞങ്ങളൊക്കെ, ഞാൻ, കൈതപ്പുറം, ഇങ്ങനെയൊക്കെയുള്ള കക്ഷികളൊക്കെ വാസ്തവത്തിൽ ഈ ഭക്തിഗാനം നോക്കുമ്പോൾ ഇവരുമായിട്ട് വലിയ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പലപ്പോഴും സത്യം എൻ്റെ മനസ്സിൽ ഉണ്ട്. കാരണം ഭക്തി ഉണ്ടാവാം, പക്ഷെ ഇവരോളം ഒരു ധ്യാനിച്ചെഴുതുന്നത്. RK സാറിന്റെ ഉഗ്രൻ ചില നല്ല പാട്ടുകൾ. ഹരിഗീതം എന്നൊരു ആൽബം ഉണ്ട്, KS ചിത്ര ചേച്ചി പാടിയിട്ട്. കുറെ ആൽബങ്ങളിൽ ഒന്നാണ് പറയുന്നത്. അതിലൊക്കെ വരികള് അതിൽ തന്നെ ഇതിണ്ട്, ഭട്ടതിരിതൻ വിഭക്തിയേക്കാൾ പൂന്താന ഭക്തി നിനക്ക് പ്രിയം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, വെണ്ണ കൊണ്ടിങ്കു കുഴച്ചു എന്നൊക്കെ പറഞ്ഞ അതിഗംഭീരമായിട്ടുള്ള ചില പാട്ടുകൾ. നല്ല പാട്ടുകൾ. സമൃദ്ധമായിട്ട് നമുക്ക് കടലിൽ നിന്നും എടുക്കാവുന്ന അത്രയും ആഴത്തിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥകളും അല്ലെ, ഉപമകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എടുത്താൽ മതി. പക്ഷേ എല്ലാ പാട്ടെഴുത്തുകാരും പോയി നമസ്കരിക്കേണ്ട ഒരാളുണ്ട്, അത് സാക്ഷാൽ പൂന്താനമാണ്. പൂന്താനത്തിന്റെ അത്രത്തോളം ഭക്തിയോടെ കൃഷ്ണനെ കുറിച്ച് ആരും എഴുതിയിട്ടില്ല. അത്ഭുതമാണത്. മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ആ എഴുത്തുകൾക്ക് ഇപ്പോഴും അനശ്വരതയും നിത്യനൂതനവുമായിട്ട് നിൽക്കുന്ന അത്ര ദീർഘവീക്ഷണമുള്ളതാണ് അതിന്റെ കാഴ്ചപ്പാടുകളും എഴുത്തും.
അതുപോലെ രാമപുരത്തുകാരുടെ ചില ഭക്തിപ്പാട്ടുകളുണ്ട്. എന്തുകൊണ്ടോ ശൗരി കണ്ണീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണിനുള്ളോ ഉണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണിനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കുചേലവൃത്തം മൊത്തം അതിനകത്ത് വന്നിരിക്കുക. നമ്മളെ പൂർവ്വസൂരികളായിട്ടുള്ള ഉഗ്രമൂർത്തികളുണ്ട്. സാർ എഴുതിയ പാട്ടുകളിൽ ഇപ്പോൾ ഈ അടുത്ത് പോലും ഒരു സിനിമയിലൂടെ പ്രേമലു എന്ന സിനിമയിലെ യയ യാദവ് എന്ന പാട്ട് വീണ്ടും ആഘോഷിക്കപ്പെട്ടപ്പോൾ അതും വർഷങ്ങൾക്ക് മുമ്പ് ദേവരാഗം എന്ന സിനിമയിൽ സാർ എഴുതിയ പാട്ടാണല്ലോ. അങ്ങനെ സാർ എഴുതിയ മറ്റ് കൃഷ്ണഗീതികളിൽ ഇപ്പോൾ ഒരെണ്ണം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതാണ് ഒരെണ്ണം ചൊല്ലാം? സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു, സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു. അന്തണനെ ഗാഠം ഉണർന്ന നേരം ആ മലർമിഴികളിൽ നീർ നിറഞ്ഞു, സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു. നിത്യദാരിദ്ര്യത്തിൽ നീറും കുചേലന്റെ ഭക്തിയും വിഭക്തിയും ഓർത്തുപോയോ, നിത്യദാരിദ്ര്യത്തിൽ നീറും കുചേലന്റെ ഭക്തിയും വിഭക്തിയും ഓർത്തുപോയോ. പൊയ്പോയ ഗുരുകുല സന്ധ്യകൾ നൽകിയ നിർവൃതിയിൽ സ്വയം അലിഞ്ഞു പോയോ, പൊയ്പോയ ഗുരുകുല സന്ധ്യകൾ നൽകിയ നിർവൃതിയിൽ സ്വയം അലിഞ്ഞു പോയോ. സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു. 7 നില മാളികമേൽ തൽപ്പത്തിന്മേലിരുത്തി തോഴന്നിൻ അവിൽപ്പൊതി കവരുമ്പോൾ, 7 നില മാളികയിൽ തൽപ്പത്തിന്മേലിരുത്തി തോഴന്നിൻ അവിൽപ്പൊതി കവരുമ്പോൾ, എല്ലാം മറക്കുന്ന പരമാനന്ദത്തിൻ ധന്യതയിൽ സ്വയം മറന്നുപോയോ. സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു, സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു. അന്തണനെ ഗാഠം പുണർന്ന നേരം ആ മലർ മിഴികളിൽ നീർ നിറഞ്ഞു, സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ചെന്താമര കണ്ണ നീ കരഞ്ഞു. സാർ വളരെ സന്തോഷം. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞ ഒട്ടേറെ പാട്ടുകൾ സാർ എഴുതിയത്, പ്രശസ്തരായ ഗായകർ പാടിയതൊക്കെ സാറിൻ്റെ സ്വരത്തിലൂടെ വീണ്ടും പാടി കേൾക്കാനും പറ്റിയത് വലിയ സന്തോഷമുള്ള അനുഭവമാണ്. എല്ലാ പ്രാർത്ഥനകളും സന്തോഷം. എല്ലാ സന്തോഷം, പരമസന്തോഷമായി. കാരണം കൃഷ്ണന്റെ പാട്ടുകൾ പാടുക എന്ന് വെച്ചാൽ അതൊരു അലൗകികമായ അനുഭൂതിയാണ്. പ്രത്യേകിച്ചും താങ്കളുമായിട്ടുള്ള അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇടയാതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷം. താങ്ക് യു.